ഇവര് വയനാട് കുറച്ച് വീട് കൊടുക്കാറുണ്ടില്ല എന്നാ കൊടുത്തപ്പോൾ നിങ്ങളാരോ കേട്ടോ അന്ന് കണ്ടീന്നല്ലോ വയനാട് നമ്മളെ ചൂരൽമല ദുരന്തം ഉണ്ടായില്ലേ അന്ന് ഇവര് പ്രഖ്യാപിച്ചത്ര ഇവിടെ 100 വീടോ ഒറ്റ വീട് വന്നതായി ഞങ്ങളാരും കണ്ടില്ല നിങ്ങളാരും കണ്ടതെന്ന് അറിയിക്കണം കേട്ടോ. നോക്കൂ നിങ്ങൾ എന്താ അയാൾ പറഞ്ഞു നമ്മളെ ബിസിനസ്മാൻ അയാളാണോ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത്. അയാൾ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കും വേണം. ഇവരിപ്പോഴും അതേ വിശ്വാസത്തിനാണുള്ളത് എന്ന് അവരെ കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ ബിസിനസ്മാൻ. കേരളത്തിൽ ഇനി ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗവൺമെന്റ് ലീഗ് ഭരിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നുമില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ സമസ്ത ഉണ്ടാക്കിയതാണല്ലോ. അതുപോലെ MES പോലുള്ള സംഘടന ഉണ്ടാക്കിയതാണല്ലോ. ലീഗ് ഭരിച്ചതുകൊണ്ട് എന്താ പ്രത്യേകിച്ചുണ്ടായിരുന്നു? ലീഗിനെ കൊണ്ട് പ്രത്യേക ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ലീഗിന്റെ അവിടെ കേട്ട അന്നെ കൊണ്ട് ഇപ്പം എന്ത് ഗുണം ഉണ്ടായത്? ഈ പുന്നാരമോ വന്നോണ്ട് ഇവിടെ എന്താ ഗുണം ഉണ്ടായത്? ഔലിയാക്കന്മാർക്കെതിരെ സംസാരിച്ചു. ആ നല്ലൊരു വാപ്പാന്റെ പേര് വരെ കളഞ്ഞുപോയി. ഇബ്നു അബ്ദുൽ വഹാബ്. വഹാബ് നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ ആ വഹാബിന്റെ പേര് കളഞ്ഞതാരാ? ഈ ഇബ്നാണ്. ഇതുപോലെ നല്ലൊരു വാപ്പ മൂപ്പർക്ക് വരെ നാശാക്കിയിട്ട് മുഴുവൻ എല്ലാം ബിസിനസ് വൽക്കരിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മശായിഖന്മാർ അവരുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി ആ ഷൂറാണല്ലോ ഇപ്പം എന്തായി? മുഖ്യമന്ത്രിനെ തീരുമാനിച്ചിട്ട് ഷൂറപ്പെന്തായി? ഞാൻ പലരോടും എഴുതി ചോദിച്ചതാ ഷൂറന്റെ അർത്ഥാനം എന്താണ്? ഷൂറ കൂടിയിട്ടല്ലേ നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്തായി ഇപ്പം നിങ്ങളെ ഷൂറ? അപ്പൊ ഈ ഷൂറയാണെല്ലാം ഞങ്ങളാണ് വിജയിപ്പിക്കുന്നത്, ഞങ്ങളാണ് പരാജയപ്പെടുത്തുന്നത്, ഞങ്ങൾ പുറത്താക്കിയാൽ പുറത്ത്, ഞങ്ങൾ അകത്താക്കിയാൽ അകത്ത്. ഈ വർത്തമാനം നിങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോയത് കൊണ്ടാണ് ഈ നാശമൊക്കെ നിങ്ങൾക്ക് വന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത്? ലീഗിന്റെ അവിടെ കട്ടെ ഈ സമുദായത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തോ? നിങ്ങൾ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അത് നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനല്ലാതെ എന്തു ഫലം നിങ്ങൾ ഇവിടെ സമൂഹത്തിന് ചെയ്തു? വാപ്പനെ വെച്ചും നീ ഇപ്പൊ ഗ്രാൻഡ് മക്കാം ഉണ്ടാക്കാനുള്ള തകൃതിയായ നീക്കത്തിലാണ്. ഇതല്ലേ നിങ്ങളെ പണി? അള്ളാഹിനും റസൂലിനും വരെ വെച്ച് കച്ചവടം ചെയ്യുക, ഇതല്ലേ ജോലി? എന്നിട്ട് മറ്റുള്ളവരെ അളക്കാൻ പോവുക. അതിവിടെ പോകട്ടെ. ഇവര് വയനാട് കുറച്ച് വീട് കൊടുക്കാറുണ്ടില്ല എന്നാ കൊടുത്തപ്പോൾ നിങ്ങളാരോ കേട്ടോ അന്ന് കണ്ടീന്നല്ലോ വയനാട് നമ്മളെ ചൂരൽമല ദുരന്തം ഉണ്ടായില്ലേ അന്ന് ഇവര് പ്രഖ്യാപിച്ചത്ര ഇവിടെ 100 വീടോ ഒറ്റ വീട് വന്നതായി ഞങ്ങളാരും കണ്ടില്ല നിങ്ങളാരും കണ്ടതെന്ന് അറിയിക്കണം കേട്ടോ. നിർബന്ധം ചോദിക്കാൻ ഞങ്ങൾ ഇവരെ കൊണ്ടെന്നാ ഗുണമുണ്ടായത്? അതൊക്കെ രാഷ്ട്രീയപരമായി അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ എന്തും വിശദീകരിക്കും, അതിലൊരു സമ്മതത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളിങ്ങനെ പ്രഖ്യാപിക്കലേ ഉള്ളൂ, സംഗതി നടത്തല്ലേ ഒന്നും. എന്ത് ഗുണങ്ങളെ കൊണ്ട് ലോകത്ത് മുസീബത്തല്ലാതെ?